കാണുന്ന ടിഷ്യൂ റോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ച് നാളായി. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. പ്രത്യേകിച്ചൊന്നുമില്ലടാ, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അതായത് ഇതുപോലെ അങ്ങ് മടക്കുക. എന്നിട്ട് ആ മടക്കിയ ഭാഗത്തൂടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്യാൻ മാത്രമേ കുറച്ച് സമയം എടുക്കുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ്. എന്തായാലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സാധനമാണല്ലോ ടിഷ്യൂ പേപ്പർ. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കിക്കേ. ഇത്രയും പെട്ടെന്ന് ഈ ഫ്ലവർ കിട്ടുമെന്ന് ഞാനും ഓർത്തിട്ടില്ല. ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു ചുളിവൊക്കെ കിട്ടത്തില്ലേ? വെറുതെ ഞാൻ നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ബഡ്സ് എടുക്കുക. അല്ല, ഒരു ഫ്ലവറിന് ഒരു ബഡ്സ് മതി കേട്ടോ. ബഡ്സ് എടുക്കുക, അതിൽ കുറച്ച് ഫെവിക്കോൾ തേക്കുക, ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റി നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ടിഷ്യൂ നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ ഫുള്ളായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വന്നു. അതിങ്ങനെ ചുറ്റിയിട്ട് ലാസ്റ്റ് വരുമ്പം അവിടെ നിന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. സംഭവം കൊള്ളാലേ. നമുക്കിനി ഇതുപോലത്തെ കുറച്ചുകൂടി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇത് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ആ വൈറ്റ് ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ? വേണമെങ്കിൽ നമുക്കൊരു ഷെയ്ഡിൽ ടിഷ്യൂയിൽ ഇങ്ങനെ മുക്കി കൊടുക്കാം. പക്ഷെ ഇത് അടിപൊളിയല്ലേ? ഈ കാണുന്ന പേപ്പർ കപ്പില്ലേ, ഇതിലേക്ക് നമുക്ക് ആ ഫ്ലവേഴ്സ് ഇറക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പ്രിന്റ് വന്നേക്കുന്നില്ലേ, അത് വൈറ്റ് കളർ അടിച്ച് മാറ്റാനാണ് വിചാരിച്ചത്. പക്ഷെ അത് നടക്കില്ല. അത് ഒരു കോട്ട് അടിച്ചിട്ട് ശരിയായില്ല. രണ്ടാമത്തെ കോട്ട് അടിക്കാൻ എനിക്ക് മനസ്സും വന്നില്ല. കുറച്ച് പെയിൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് മാറ്റി വെച്ച്. കുഴപ്പമില്ലെന്നേ, നമുക്ക് സെറ്റാക്കാം. ഈ ഒരു പഴയ കുപ്പി നമുക്കൊന്ന് കളർ ചെയ്തെടുത്താലോ? പക്ഷെ കുറച്ച് ആ സ്റ്റിക്കർ അടിച്ചപ്പോഴേക്കും കുറച്ച് പശയും പിന്നെ കുറച്ചധികം പഴക്കമുള്ള കുപ്പിയാണ്. അതിൻ്റേതായിട്ടുള്ള പോരായ്മയൊക്കെ ഉണ്ട് അതിന്. പക്ഷെ ആ വൈറ്റ് പെയിൻറ്റ് ഉള്ളിൽ അടിച്ചപ്പോഴേക്കും ഒരബദ്ധം പറ്റിയടോ. ആ സ്റ്റിക്കറിൻ്റെ പശയും ആ കുപ്പിയുടെ കോലങ്ങളൊക്കെ തെളിഞ്ഞു വന്ന വൈറ്റ് അടിച്ചപ്പോഴേക്കേ പിന്നെ ഞാൻ ഒരു കയറും കൂടെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൈനൽ ലുക്ക് ഇങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ വൈറ്റ് ഫ്ലവറും കൂടെ അതിൽ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.